കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന ഇന്ന് ജോലിയിൽ പ്രവേശിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഹർഷിന ജോലിക്ക് കയറുന്നത്. ഇന്നലെ തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും നേരിട്ട് കണ്ട ഹർഷിനയ്ക്ക് അതിവേഗമാണ് സർക്കാർ ജോലി നൽകിയത്. മെഡിക്കൽ കോളേജിന് കീഴിലുള്ള മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ അറ്റൻഡറായിട്ടാണ് ഹർഷിന ജോലിയിൽ പ്രവേശിക്കുന്നത്. അർഹമായ നഷ്ടപരിഹാരം നൽകാമെന്നും സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അഭിജിത്ത്. ഇത്രയും കാലത്തെ പ്രയാസത്തിന് ഈ ദിവസം നീതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ ഹർഷിന മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത്. ഇന്നിപ്പോൾ ഒരുപാട് കാലത്തെ പോരാട്ടത്തിന് ശേഷം എന്നാൽ ജോലിയിലേക്ക് കയറുമ്പോൾ ആ പോരാട്ടത്തിന്റെ ഒരു വിജയം കൂടിയായിട്ടാണ് ഹർഷിന ഇതിനെ കാണുന്നത്. ഗുഡ് മോർണിംഗ്. ഒരുപാട് കാലത്തെ പോരാട്ടം എന്ന് പറയുമ്പോൾ നീണ്ട വർഷങ്ങളുടെ പോരാട്ടമുണ്ട്. 5 വർഷം വയറ്റിൽ കത്രികയുമായി തന്നെ ഹർഷിന കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഒപ്പം കൃത്യമായ നഷ്ടപരിഹാരം തനിക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ട് നീണ്ട നാളുകൾ അത് കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഒക്കെ ഹർഷിന സമരം നടത്തിയത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീതി ഹർഷിനയ്ക്ക് ലഭിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു ഈ ചികിത്സാ പിഴവ് സംഭവിക്കുന്നത്. അവിടെ തന്നെ ഹർഷിന ജോലിയിൽ പ്രവേശിക്കുകയാണ്. ഇന്നിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ അറ്റൻഡറായാണ് ഹർഷിന ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുക. ഇന്നലെ തന്നെ പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയെയും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയെയും ഒക്കെ ഹർഷിന നേരിട്ട് പോയി കണ്ടിരുന്നു. സമരസമിതി കൺവീനറായ ദിനേശ് പെരുവണ്ണയ്ക്കൊപ്പമാണ് ഹർഷിന പോയത്. അതിനുശേഷം വളരെ വേഗത്തിൽ ഉടൻ തന്നെ ഹർഷിനയുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഏതായാലും ഇന്നിപ്പോൾ ഹർഷിന ജോലിയിലേക്ക് കയറുകയാണ്. അതിനൊപ്പം തന്നെ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ കൂടി ഹർഷിന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2 ലക്ഷം രൂപയായിരുന്നു ഹർഷിനയ്ക്ക് നഷ്ടപരിഹാരമായി നൽകാം എന്ന് പറഞ്ഞത്. പക്ഷേ അത് ഹർഷിന നിരസിക്കുകയായിരുന്നു. കാരണം വളരെയധികം കഷ്ടപ്പാട് ഹർഷിന ഈ കാലയളവിൽ നേരിട്ടതാണ്. ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ വളരെയധികം പണമാണ് കയ്യിൽ നിന്ന് ചെലവായത്. അപ്പോൾ ഈ 2 ലക്ഷം രൂപ എന്നുള്ളത് വളരെ തുച്ഛമായൊരു തുകയാണ് എന്ന കാര്യം ഹർഷിന സർക്കാരിനെ അറിയിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ അതിൽ കൂടുതൽ നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു നിലപാട്. ഏതായാലും അതിന്റെ കൂടി കാര്യത്തിൽ ഒരു ഇടപെടൽ സർക്കാരിൽ നിന്നുണ്ടാകുമെന്നാണ് ഹർഷിന ഒരു പ്രതീക്ഷയായി പങ്കുവെക്കുന്നത്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അക്കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് നൽകിയത് എന്നുകൂടി ഹർഷിന പറയുന്നുണ്ട്. ഏതായാലും ഹർഷിനെ സംബന്ധിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു വരവാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തി ഈ ജോലിയിലേക്ക് പ്രവേശിക്കുമെന്നാണ് ഹർഷിന വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പുതിയ സർക്കാരിൽ വലിയ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ഹർഷിന. അതിൽ ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിന് കീഴിലുള്ള മാതൃശിശു